ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നിഫ്റ്റിയുടെ ലെവൽസ് ആണ്. അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നിഫ്റ്റി വളരെയധികം ബുള്ളിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോകും, പക്ഷെ പ്രത്യേകിച്ച് ലെവൽസ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഹിസ്റ്ററി പരിശോധിച്ചിട്ട് ലെവൽസ് പറയാൻ സാധിക്കില്ല. പക്ഷെ നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞ പ്രകാരം തന്നെ നിഫ്റ്റി മുകളിലേക്ക് അതിശക്തമായിട്ട് റാലി ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിശക്തമായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേപോലെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടർന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്കുകൾ ഞാൻ 4 എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു കഴിഞ്ഞ നവംബർ 11-ാം തീയതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്കിങ് സ്റ്റോക്കിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 36 ബാങ്കിങ് സ്റ്റോക്ക് ഉണ്ട്, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് 4 കമ്പനികളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായില്ലോ. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാം. അതിന് ശേഷം അടുത്ത ആഴ്ചയിലേക്കുള്ള 4 സ്റ്റോക്കുകൾ പറയാം. കാരണം നമ്മൾ സ്റ്റോക്കുകൾ എല്ലാ ആഴ്ചയിലും വീഡിയോ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു മാസത്തിന് മുന്നേ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ ഒരു 100% പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 100% പ്രോഫിറ്റ് എത്തിയില്ലെങ്കിലും അതിന് ഒരു വർഷം വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മാസമായില്ലോ, 100% പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കിയിട്ട് വരാം ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ. അതിനുശേഷം അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്കുകൾ പറയാം. ഓക്കെ, ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പബ്ലിക് സെക്ടറിൽ പെട്ട ബാങ്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും നല്ല ബാങ്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വാല്യൂ ഫോർ ഇൻവെസ്റ്റിംഗ് ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നല്ല സ്റ്റോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3.02% ഡിവിഡൻഡ് കൊടുക്കണമായിരുന്നു. ഏറ്റവും കുറവ് പി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിൻ്റെ പേരാണ് കാനറ ബാങ്ക് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാനറ ബാങ്ക്, കാനറ ബാങ്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു മാസമായിട്ടുണ്ട്. ഒരു മാസം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് എത്ര 389 രൂപ 80 പൈസയാണ്. കൃത്യം പറയുകയാണെങ്കിൽ 389 രൂപ 80 പൈസയാണ് ബൈ റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഞാൻ 100% പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് 820, 800ആയ 100%ആയി. നമ്മൾ എന്നാലും 820, 100%ത്തിന് മുകളിൽ നമ്മൾ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ അതിന്റെ സ്ഥാനത്ത് ഇപ്പൊ എത്ര ഒരു മാസമായി കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ അത് എത്ര ശതമാനം ഇപ്പൊ സ്റ്റോക്ക് റാലി ചെയ്ത് മുകളിലേക്ക് പോയി നമുക്ക് മെഷർ വെച്ച് തന്നെ നോക്കാം. ഓക്കെ, കണ്ട ഒരു 16.5%, ഒരൊറ്റ മാസം കൊണ്ട് 16.5% റാലി ചെയ്ത് മുകളിലേക്ക് സ്റ്റോക്ക് പോയേക്കുന്നത് ബാങ്കിങ് സ്റ്റോക്ക്. ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റോക്കാന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റോക്കാണ് കാനറ ബാങ്ക്. 16% മുകളിലേക്ക് പോയി. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ഫിക്സഡ് ആയിട്ട് FD ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് കിട്ടാവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7% അല്ലെങ്കിൽ 7.5% മാക്സിമം. അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടില്ല. അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 7500 രൂപയാണ് നിങ്ങൾക്ക് അതായത് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആ സ്ഥാനത്താണ് 16.5%. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ 16,500 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. അത്രയധികം പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ്. ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസം വളരെ കഷ്ടപ്പെട്ട് രാത്രി എഫർട്ട് എടുത്ത സ്റ്റോക്കാണ്. 36 കമ്പനികൾ ഫിൽട്ടർ ചെയ്തിട്ട് എടുത്ത സ്റ്റോക്ക്, അതൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോക്കിന്റെ അവസ്ഥ ആണ് പറഞ്ഞത്. ഒരു മാസം കൊണ്ട് തന്നെ 16.5% റാലി ചെയ്ത് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. 16.5%. ഞാൻ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായത് 100% ഒരു വർഷം കൊണ്ട്. ഇപ്പൊ 16.5% ഓൾറെഡി റാലി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 84% കൂടി ആയി നമ്മൾ പറഞ്ഞ 100% ആയി. അത് ഒരു വർഷത്തിനുള്ളിൽ എത്തുന്നത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായിട്ട് പബ്ലിക് സെക്ടറിൽ പറഞ്ഞ ഒരു ബാങ്ക് ആയിരുന്നു ബാങ്ക് ഓഫ് ബറോഡ. അത് എത്ര ശതമാനം റാലി ചെയ്തു എന്ന് പോയി നോക്കാം. ആ സ്റ്റോക്കുകൾ പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്താൽ മതി. കാരണം നമ്മൾ കുറെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. എന്താ ഇത് സംഭവിക്കുന്നതെന്ന്, ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ കാണിച്ചു തരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കാരണമാണ്. ബാങ്ക് ഓഫ് ബറോഡ ഈ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 193 രൂപ 10 പൈസയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 193 രൂപ 10 പൈസയാണ് ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
193 രൂപ 10 പൈസ. അതിന്റെ ടാർഗറ്റ് ഇതാമാതിരി 100%, അതായത് 400 എത്തുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബഷർ വെച്ച് നോക്കി നോക്കാം. അപ്പൊ ഈ സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ എത്ര റാലി ചെയ്ത് പോയി നോക്കി നോക്കാം. 193 രൂപ 10 പൈസ അല്ല, ഓക്കെ, 193 രൂപ 10 പൈസ ഈ റേഞ്ചിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് സ്റ്റോക്ക് എത്ര ശതമാനം റാലി ചെയ്ത് പോയി കണ്ട. ഈ സ്റ്റോക്കും 17% അടുത്ത് ഈ സ്റ്റോക്ക് റാലി ചെയ്ത് പോയി. ബാങ്ക് ഓഫ് ബറോഡ 17% റാലി ചെയ്ത് മുകളിൽ പോയേക്കണത്. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് കാനറ ബാങ്ക് 16.5%, രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പബ്ലിക് സെക്ടറിൽപ്പെട്ട ബാങ്ക് ഓഫ് ബറോഡ 17% റാലി ചെയ്ത് പോയി. വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും നിങ്ങളെ പോലെ സന്തോഷമാണ്. ഓക്കെ, അതാണ് നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ 11-ാം തീയതി വീഡിയോ ചെയ്തു. ഇപ്പോൾ 15-ാം തീയതി, അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് അതിൻ്റെ എന്താ അവസ്ഥ, നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഞാൻ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ ബാങ്ക് കർണാടക ബാങ്ക് ആയിരുന്നു. ആ ബാങ്കിന് എന്താ അവസ്ഥ സംഭവിച്ചു നോക്കാം. കർണാടക ബാങ്ക്, ഈ ബാങ്ക് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 213 രൂപ 20 പൈസയിലാണ് നമ്മൾ ബൈ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും ടാർഗറ്റ് 400 രൂപ, അതായത് 100% റിട്ടേൺ ഇതിലും എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ 213 രൂപ 20 പൈസയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ശതമാനം ഈ സ്റ്റോക്ക് റാലി ചെയ്ത് പോയി നമുക്ക് നോക്കാം. ഓക്കെ, ഈ സ്റ്റോക്കും ഓൾമോസ്റ്റ് 16.36%. ഓ ശരി തന്നെ. അപ്പൊ ഈ സ്റ്റോക്കും കാനറ ബാങ്കിന്റെ പോലെ തന്നെ 16.5% റാലി ചെയ്ത് പോയിന്റ് 16% റാലി ചെയ്ത് പോയിന്റ് പ്രൈവറ്റ് സെക്ടറിൽ പെട്ട ബാങ്കാണ് കർണാടക ബാങ്ക്. ഇനി അവസാനമായിട്ട് ഒരു സ്റ്റോക്ക് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കിന്റെ പേര് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. അത് എത്ര എന്താ അവസ്ഥ നോക്കാം. ഓക്കെ, പറയുമ്പോ അല്ലാതെ നോക്കി പോണല്ലോ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 24 രൂപ 45 പൈസയിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ടാർഗറ്റ് നമ്മൾ 50 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 100% റിട്ടേൺ കിട്ടാവുന്ന രീതിയിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 24 രൂപ 45 പൈസ നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് 10 രൂപ സ്റ്റോക്ക് റാലി ചെയ്ത് പോയി നോക്കാം. ഓക്കെ, 14.09%. ഓക്കെ, അപ്പൊ 14%-ത്തിനടുത്ത് ഈ സ്റ്റോക്ക് റാലി ചെയ്ത് പോയിന്റ് കണ്ടില്ലേ. അപ്പൊ 4 സ്റ്റോക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 സ്റ്റോക്കുകളും 16%, 17%, 17. ഇപ്പൊ അവസാനത്തെ സ്റ്റോക്ക് 10%-ന് മുകളിൽ, സോറി 14% പറഞ്ഞ നമ്മള് മറന്നുപോയി. ഒക്കെ തുണി കാണാം. ഓക്കെ, 14%-ന്റെ അടുത്ത്. അപ്പൊ എല്ലാ സ്റ്റോക്കും 10% ഏറ്റവും മിനിമം കയറി പോയിന്റ്. അപ്പൊ 4 സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ ഏറ്റവും സൂപ്പർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കാനറ ബാങ്ക് 16%, മറ്റു സ്റ്റോക്കുകൾ 17, 15, 14 റേഞ്ച്. അതായത് 4 സ്റ്റോക്കുകൾ ഒരു മാസം കൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു 10-14% മുതൽ 17.5% വരെ ആ റേഞ്ചിൽ കയറി പോയിന്റ്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന സ്റ്റോക്കുകളെല്ലാം പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയും അധികം വലിച്ചു നീട്ടുന്നില്ല, ഞാൻ അടുത്ത ആഴ്ചയിലുള്ള വീഡിയോ പറയാം. അതിന് മുന്നേ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ സ്റ്റോക്കുകൾ 4 പറയുന്നുണ്ട്. ആ 4 പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ മാത്രം നിങ്ങൾ 10,000 രൂപ അല്ല 1,00,000 രൂപ ഒറ്റയടിക്ക് ഡബ് ചെയ്യരുത്. മറിച്ച് നിങ്ങളൊരു 10,000 രൂപ വെച്ചിട്ട് 4 സ്റ്റോക്കിലേക്ക് അലോക്കേഷൻ ചെയ്യുക. അങ്ങനെ 40,000 രൂപ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത ആഴ്ചയിൽ വീണ്ടും സ്റ്റോക്കുകൾ പറയും. അപ്പോൾ വീണ്ടും ഒരു 10,000 രൂപ വെച്ചിട്ട് നിങ്ങൾ, അതായത് ഇപ്പോൾ 10% അലോക്കേഷനാണ് എല്ലാ സ്റ്റോക്കിലും നടത്തേണ്ടത്. അങ്ങനെ 2-3 ആഴ്ച കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റോക്കുകളുടെ ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ ആ 10%, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 10,000 രൂപയിൽ എത്ര % പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ മൂലധനം എടുത്തുകൊണ്ട് അടുത്ത ആഴ്ചയിലുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണ് നമ്മളൊരു ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അല്ലാതെ ഒറ്റയടിക്ക് ഉള്ള സ്റ്റോക്കിൽ മുഴുവൻ പൈസ ഡബ് ചെയ്യരുതെന്ന് വിനീതമായിട്ടൊന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്കുകൾ പറയാൻ പോണ്. നിങ്ങളൊരു പുസ്തകം പാനി ഉള്ളവർ അതെടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യം പറയാൻ പോകുന്ന സ്റ്റോക്ക് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ഇതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്ക്. ഇത് കഴിഞ്ഞ ആഴ്ച 1-2 ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലിക്വിഡിറ്റി BSEയിൽ മാത്രം ഇതുള്ള സ്റ്റോക്കുകൾ പറയണ്ട, ലിക്വിഡിറ്റി വളരെ കുറവാണ് പല ആളുകളും കമന്റിൽ രേഖപ്പെടുത്തണം കണ്ടു. അതാണ് ഇപ്രാവശ്യം പറയുന്ന 4 സ്റ്റോക്കും NSEയിൽ ലീസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ
എന്താ പറയുക ലിക്വിഡിറ്റിയുടെ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്. ഗ്രീൻ പാനൽ എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് 360 രൂപ 50 പൈസയിലാണ്. അപ്പോൾ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ 360 രൂപയിൽ തന്നെ നമുക്ക് ബൈ എടുക്കാം. സ്റ്റോപ്പ് ലോസ് 335 വെക്കേണ്ടതാണ്, ടാർഗറ്റ് 400 വെക്കേണ്ടതാണ്. അതായത് ഒരു 11.11% ടാർഗറ്റ് ഈ ട്രേഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് 335 വയ്ക്കുമ്പോൾ 6.94%, 7% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 12% അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്ക്. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേര് NDTV. ഓക്കെ, ഇതാണ് ന്യൂ ഡൽഹി ടെലിവിഷൻ. അതാണ് NDTVയുടെ ഫുൾ ഫോം വരുന്നത്. NDTV എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഇതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 266 രൂപ 20 പൈസയിലാണ്. ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. അതായത് 265 ബൈ എടുക്കാം. ടാർഗറ്റ് 383 വെക്കണം. സ്റ്റോപ്പ് ലോസ് 187. അതായത് 44.53%, 40%-ത്തിന് മുകളിൽ ഈ സ്റ്റോക്കിൽ ഞാൻ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 40%-ത്തിന് മുകളിൽ ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് അത് കാരണം കൊണ്ട് തന്നെ 45%-ത്തിനടുത്ത് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂട്ടി വെക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് അത്ര വയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം SL ഹണ്ടിങ് നടത്തി നമ്മുടെ അങ്ങനെ പയ്യിലുള്ള പൈസ ആരും തട്ടിയെടുക്കാനായിട്ട് നമ്മൾ അനുവാദം കൊടുത്തുകൂടാ. അതിനാൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് കൂട്ടി വെച്ചിട്ട് ഹൈ ടാർഗറ്റ് വെക്കുന്നത് 44% അടുത്ത്. ഇത് 1-2 മാസം കൊണ്ട് തന്നെ ടാർഗറ്റ് അച്ചീവ് ആവുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ NDTV അതായത് ന്യൂഡൽഹി ടെലിവിഷൻ, ഇതാണ് ഈ സ്റ്റോക്കിന്റെ പേര്. 266 ബൈ എടുക്കാം. 383 ടാർഗറ്റ് സെറ്റ് ചെയ്യാം. 187 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേര് ടീം ലീസ് സർവീസസ്. ഓക്കെ, സർവീസ്, ഇതാണ് ഈ സ്റ്റോക്കിന്റെ പേര്. ഇതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് 2708 രൂപ 55 പൈസയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. 2708 ബൈ എടുക്കാം. ടാർഗറ്റ് 3485 വെക്കേണ്ടതാണ്. സ്റ്റോപ്പ് ലോസ് 2422 വെക്കേണ്ടതാണ്. അതായത് 28.69% പ്രോഫിറ്റും ഒരു 10%-ത്തിന് അടുത്ത് സ്റ്റോപ്പ് ലോസും വെക്കണം. കാരണം നമ്മൾ 1:3 റിസ്ക് റിവാർഡ് ഈ ട്രേഡിൽ ഏകദേശം കിട്ടുന്നുണ്ട്. കാരണം 30 രൂപയുടെ അടുത്ത് പ്രോഫിറ്റും 10 രൂപയുടെ അടുത്ത് സ്റ്റോപ്പ് ലോസും വെച്ച് ഈ ട്രേഡിൽ മുന്നേറാം. ഒന്നുകൂടി വീണ്ടും ആവർത്തിക്കുകയാണ്. ടീം ലീസ് സർവീസസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ടീം ലീസ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം. 2708 ബൈ എടുക്കുക. 3485 ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 2422 വെക്കേണ്ടതാണ്. ഇനി അവസാനമായിട്ടും നാലാമതായിട്ടും പറയാൻ പോകുന്ന കമ്പനിയുടെ പേര് ബയോകോൺ ലിമിറ്റഡ്. നിങ്ങൾ അത്യാവശ്യം കേട്ട് പരിചയമുള്ള സ്റ്റോക്കാണെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഈ ബയോകോണിന്റെ ഇപ്പോൾ ബയോകോൺ ലിമിറ്റഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 251 രൂപ 70 പൈസയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ എടുക്കാം. 251 ബൈ എടുക്കാം. ടാർഗറ്റ് 320 വെക്കണം. സ്റ്റോപ്പ് ലോസ് 230 വെക്കേണ്ടതാണ്. അതായത് ഇതിൽ ഈ സ്റ്റോക്കിൽ 28%-ത്തിന് അടുത്ത് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 27.49%, 28%-ത്തിന് അടുത്ത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് വെറും 8.8% സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ്. ഓക്കെ, ഒന്നുകൂടിയും പറയാം. ബയോകോൺ ലിമിറ്റഡ്, ഈ സ്റ്റോക്കിന്റെ പേര് ബയോകോൺ എന്നടിച്ചാൽ കിട്ടും. 251 ബൈ എടുക്കുക. ടാർഗറ്റ് 320 വെക്കേണ്ടതാണ്. സ്റ്റോപ്പ് ലോസ് 230 വെക്കേണ്ടതാണ്. ഇതാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള 4 സ്റ്റോക്കുകൾ. നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കാണും. കാരണം കഴിഞ്ഞ മാസം പറഞ്ഞ സ്റ്റോക്കുകൾ 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതാണ് ഹിസ്റ്ററി പരിശോധിച്ച് കിട്ടുന്നത്. അതിനാൽ ഈ ഇപ്പോൾ പറഞ്ഞ സ്റ്റോക്കുകളും ഒരു മാസത്തിനുള്ളിൽ തന്നെ, അതായത് ജനുവരി 15-ാം തീയതിക്കുള്ളിൽ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അപ്പം തന്നെ കാണിച്ചു തരാം. ഞാൻ അതല്ല അതിനിടയിൽ വല്ല സ്റ്റോക്കുകൾ ടാർഗറ്റ് ഹിറ്റ് ആയെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അപ്പം തന്നെ പറയാവുന്നതായിരിക്കും. ഇനി പറഞ്ഞ 4 സ്റ്റോക്കുകളും തന്നെ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. നല്ല ഹൈ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, പിന്നെ ഡിസ്ക്ലൈമറുടെ വീണ്ടും പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാം. നിഫ്റ്റി
നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇത് അത്ര ശക്തമായിട്ട് മുകളിലേക്ക് കയറി പോയിട്ട് നിങ്ങളുടെ കയ്യിൽ വല്ല സ്റ്റോക്കുകൾ എന്താ പറയുക കയറി പോവാതെ ഇപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോ റെഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ റെഡിൽ നിൽക്കാൻ കാരണക്കാരനായ സ്റ്റോക്കുകൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ടാർഗറ്റ് എത്രയാണ്, തൊട്ടടുത്തുള്ള അടുത്ത് വെക്കേണ്ട സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തീരെ പെർഫോമൻസ് ഇല്ലാതെ വല്ല സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ എനിക്ക് യൂട്യൂബിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിന് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.